പ്രണയിക്കുന്നു, അതിന് വ്യത്യസ്തമായ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ആ രൂപത്തിൽ പഠിച്ച് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ, ഒരു ബോയ് ഫ്രണ്ട് ഇല്ലെങ്കിൽ അതൊരു ന്യൂനതയാണ് എന്ന് അതിന് സൈക്കോളജിയുടെ ഒരു ശാസ്ത്ര പിൻബലവും നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഈ പൈശാചികമായ തരത്തിലുള്ള കൂട്ടുകെട്ടുകളെ, മൃഗീയമായ തരത്തിലുള്ള നിലവാരത്തെ അതിനെ താത്വികമായി കൊണ്ടുവരാനും ആണും പെണ്ണും ഇടകലർന്ന് ചെറുപ്പം മുതൽ പഠിക്കാത്തതിന്റെ പേരിലാണ്, ക്ലാസ്സുകളിൽ ഒരുമിച്ചിരിക്കാത്തതിന്റെ പേരിലാണ് അവർ മുതിർന്നു വരുമ്പോഴേക്കും അനാവശ്യമായ അസഭ്യ ചിന്തകളും അശ്ലീല ചിന്തകളും ഒക്കെ വരുന്നത് എന്ന യുക്തിവാദികളുടെ യുക്തിയില്ലാത്ത ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ക്യാമ്പസുകളിൽ, ആ അറ്റൻഡൻസ് റോളുകളിൽ മാത്രമല്ല, ഇരിക്കുന്ന ബെഞ്ചുകളിൽ പോലും ആണും പെണ്ണും ഒരുമിച്ചിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഭൗതികമായ ഒരു സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടാൻ പ്രത്യേകമായി താല്പര്യം കാട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച റബ്ബ്, അവരുടെ മാനസികാവസ്ഥകളെ അറിയുന്ന റബ്ബ്, പരസ്പരം സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുന്നതിന് വേണ്ടി വിശുദ്ധമായ ഒരു ക്രമം നിശ്ചയിച്ച റബ്ബ് ഏതെല്ലാം തരത്തിലുള്ള മര്യാദകൾ പാലിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തോടുകൂടിയും വിവാഹത്തിന് ശേഷവുമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. അതല്ലാതെ വിവാഹത്തിന് മുമ്പ് കാലങ്ങളോളം മരം ചുറ്റിയാണെങ്കിലും അല്ലെങ്കിലും, പാർലറുകളിലാണെങ്കിലും അല്ലെങ്കിലും, ക്യാമ്പസിന്റെ പരിസരത്താണെങ്കിലും അല്ലെങ്കിലും ശരി, അന്യ ആണും അന്യ പെണ്ണും പ്രണയം എന്ന പേരിലോ പരസ്പരം അറിയാം എന്ന പേരിലോ ഒക്കെ യഥാർത്ഥത്തിൽ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈകൊണ്ടും വ്യഭിചരിക്കാൻ SMS-കളിലൂടെയും MMS-കളിലൂടെയും ചാറ്റിങ്ങുകളിലൂടെയും ഒക്കെ വ്യഭിചാരത്തിന്റെ വ്യത്യസ്തമായ അമ്പുകൾ ചെയ്യാൻ വേണ്ടി ഇബ്ലീസിന്റെ ശരങ്ങളുമായി കേവലം ഒരു പ്രണയത്തിന്റെ പേര് പറഞ്ഞ് ഇതാ പൈശാചികമായ വൈതാളികമായ നിലപാടുകളെ അങ്ങനെ തന്നെ അനുകരിച്ചിട്ട് നാം സ്വർഗത്തിലേക്കും മറ്റുള്ളവർ നരകത്തിലേക്കും എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും ഒന്നല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ചിന്തിക്കേണ്ടതില്ല, അവർക്ക് അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. അവർക്ക് തെറ്റുകൾ തെറ്റുകളാണെന്ന് തോന്നണമെന്നില്ല. അതുകൊണ്ട് തൗബയുണ്ടാവില്ല, തിരുത്തണമെന്ന ബോധമുണ്ടാവില്ല, ഉള്ളത് അപ്രകാരം തന്നെ തുടരും. എന്നാൽ സത്യവിശ്വാസികളും സ്വർഗത്തിലെത്തണമെന്ന് ദാഹിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരും തികച്ചും വേറിട്ട പരിശുദ്ധമായ എന്നാൽ ഉന്നതമായ കുലീനമായ ഒരു വഴിയിലൂടെയാണ് അവരുടെ ജീവിതം നയിക്കുക എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രണയത്തിന്റെ പേരിലുള്ള വ്യഭിചാരത്തിന്റെ വ്യത്യസ്ത അളവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പരലോക നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയെ ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്പരം, പ്രത്യേകിച്ചും ഈ യൗവനത്തിലും കൗമാരത്തിലും യുവത്വത്തിലുമൊക്കെ അന്യ ആളുകൾ അങ്ങനെ കാണാനും മിണ്ടാനും SMS-കൾ അയക്കാനും കത്തുകൾ കൈമാറാനും, അങ്ങനെ പ്രണയമാണെങ്കിലും അല്ലെങ്കിലും സൗഹൃദത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അന്യ ആണും അന്യ പെണ്ണും അങ്ങനെ ഒരുമിച്ച് ഇടപഴകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ പോലും അതിൻ്റെതായ മര്യാദ പുലർത്തണം. പുരുഷന്റെ വസ്ത്രം എന്താണ് അത് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മര്യാദയോടുകൂടി മാന്യതയോടുകൂടി നിര്യാണിക്ക് താഴെ പോകാതെ വൃത്തിയുള്ള ശുദ്ധമായ വസ്ത്രം ധരിക്കാൻ പുരുഷന്മാരായ ആളുകൾ ഒരിക്കലും അനുകരണത്തിന്റെ വഴിയിലല്ല, സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രങ്ങളല്ല, അതേപോലെ തന്നെ പേക്കോലങ്ങളല്ല എന്ന് മാത്രമേ അതേക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരെ ആകർഷിക്കാവുന്ന രൂപത്തിലുള്ള ഇറുകിയ വസ്ത്രങ്ങളും അതേപോലെ തന്നെ ആ രൂപത്തിൽ തങ്ങളുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ പ്രകടമാകുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളും ഒരിക്കലും സ്വീകരിക്കരുത് എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അവർ മറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ തങ്ങളുടെ വ്യക്തിത്വവും കുലീനതയും തങ്ങൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി വഴങ്ങിക്കൊടുക്കുന്നവർ അല്ല. വിവാഹം വരെ കണ്ടവർക്കൊക്കെ ആസ്വദിക്കാനും കമന്റ് അടിക്കാനും സംസാരിക്കാനും പാകമായ രൂപത്തിൽ നിന്നുകൊടുക്കേണ്ടവൾ അല്ല ഞാൻ എന്ന് പഠിപ്പിക്കുന്ന വസ്ത്രധാരണത്തിന്റെ ആ ഇസ്ലാമികമായ കോഡുകൾ, മര്യാദകൾ, അതിന്റെ കൃത്യമായ രീതികൾ, അത് എന്താണ് എന്ന് പഠിച്ചറിഞ്ഞ് അതിന്റെ ലക്ഷ്യം എന്താണ് എന്നറിഞ്ഞ് തനിക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനും അതേപോലെ താൻ മാന്യയാണ് പതിവ്രതയാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയാനും ഉതകുന്ന രൂപത്തിൽ ആ പക്വമായ കുലീനമായ വസ്ത്രധാരണത്തെ പരലോകമോക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് ദാഹങ്ങളും മോഹങ്ങളും ഏറെയുണ്ട്.
ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, പണത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ 1 രൂപ കൊടുത്താൽ ഒരു ബൈക്ക് കിട്ടിയെന്ന് വരും. അങ്ങനെ പലിശയുടെ ഇടപാടിലേക്ക് പോവുകയും പലിശ ഇടപാടുകളിലൂടെ പലിശയുടെ ലോണുകൾ വാങ്ങി പലിശ അടച്ചു തീർക്കാമെന്ന് കരുതി നമ്മുടെ ഈ ഭൗതികമായ ചില ആവശ്യങ്ങൾ, ആഭരണങ്ങൾ വാങ്ങാൻ വേണ്ടി, അതേപോലെ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒക്കെ പലിശ ഇടപാടുകളിലേക്ക് നേരിട്ട് ഇടപെട്ട് തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ യൗവനം എന്ന് കാണാൻ സാധിക്കും. എന്നാൽ പലിശ ഏറ്റവും ഗുരുതരമായ പാപമാണ്. പലിശ നൽകുന്നതും അത് കൊടുക്കുന്നതും അത് വാങ്ങുന്നതും മാത്രമല്ല, അതിന് കണക്കെഴുതുന്നതും അതിന് സാക്ഷി നിൽക്കുന്നത് പോലും ശപിക്കപ്പെട്ട കാര്യമായി ഇസ്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അരിബാ സബൂന ഹൂബ, പലിശ എന്ന് പറയുന്നത് അതിന് 70 കവാടങ്ങളാണ്. 70 ഇനം പലിശയുണ്ടെങ്കിൽ അതിലേറ്റവും നിസ്സാരമായത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് മാത്രം ഗൗരവമേറിയ ഒരു സംഗതിയാണ് എന്ന് പറയുമ്പോൾ പലിശയെക്കുറിച്ച് ഏറ്റവും നിസ്സാരമായ ഒരു കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പലിശ കണക്കെഴുതുന്ന ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും നരകത്തെ പേടിക്കുകയും സ്വർഗം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. പലിശ മാരകമായ വിപത്താണ് എന്നും സാമ്പത്തികമായ താളം അത് ഭൗതിക ലോകത്ത് തെറ്റിച്ചു കളയാനും പരലോകത്ത് രക്തത്തിന്റെ നദിയിൽ നീന്തിത്തുടിച്ച് ഗുരുതരമായ ശിക്ഷയ്ക്ക് വിധേയമാകാനും അത് കാരണമായി തീരും എന്നുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താക്കീത് കൂടി നമുക്ക് മനസ്സിലുണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ യുവാവും ഓരോ യുവതിയും ഏറ്റവും ഉന്നതമായ സംസ്കാരം പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെന്ന ബോധമുണ്ടാകണം. നമ്മുടെ ഏതെങ്കിലും ഒരു നിലപാടിനെ കുറിച്ച് ആർക്കും അയ്യേ എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താ? നാം വസ്ത്രധാരണത്തിൽ സ്വീകരിക്കുന്ന രീതി, പരസ്പരം ഇടപെടലുകളിൽ സ്വീകരിക്കുന്ന മര്യാദകൾ, അതേപോലെ സാമ്പത്തിക വിശുദ്ധി, സംസാരത്തിൽ പരദൂഷണമില്ലാത്തവരാണ് നമ്മൾ, ഏഷണയില്ലാത്തവരാണ് നമ്മൾ, കള്ളം പറയാത്തവരാണ് നമ്മൾ, സ്വഭാവത്തിൽ അഹങ്കരിക്കാത്തവരും മറ്റുള്ളവരോട് അസൂയയും പകയും വെച്ച് പുലർത്താത്തവരും, ഇങ്ങനെ ഏത് നിലവാരത്തിൽ നോക്കിയാലും ലോകത്തുള്ള ജനങ്ങളിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ഉൾക്കൊള്ളുന്ന ഈ വിശ്വാസത്തെ സംബന്ധിച്ചും നാം സ്വീകരിക്കുന്ന ഈ സംസ്കാരത്തെ സംബന്ധിച്ചും മരണം വരെ ഉന്നത ബോധമുണ്ടാകണം. മറ്റുള്ളവരെന്ത് കരുതുമെന്ന് കരുതി ഒരധമബോധത്തോടുകൂടി നമ്മൾ ഒരു പക്ഷേ MSMന്റെ ക്ലാസ്സിൽ വരുമ്പോഴും വീട്ടിൽ വരുമ്പോഴും അതേപോലെ മറ്റുള്ള മുസ്ലിങ്ങളുള്ള സാഹചര്യങ്ങളുമൊക്കെ ഇസ്ലാമിക വസ്ത്രം സ്വീകരിക്കുകയും ക്യാമ്പസിലെത്തുമ്പോഴേക്കും പുരുഷന്മാരുടെ നെരിയാണിക്ക് താഴെ പോകുന്നു, സ്ത്രീകളുടെ മഫ്ത അഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ജനങ്ങൾക്കനുസരിച്ചുകൊണ്ട് അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഉള്ളറിഞ്ഞ് ഏത് സമയത്തും തഖ്വയും ഭക്തിയും റബ്ബിനെ കണ്ടുമുട്ടാൻ ജീവിക്കുമ്പോൾ ഒരു സൂഫിസത്തിന്റെ കാടുകയറ്റം ആവശ്യമില്ല. ഈ ഭൗതിക ജീവിതം നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല സംവിധാനങ്ങൾ, ഇതൊന്നും ഇസ്ലാം വിലക്കിയിട്ടില്ല. പക്ഷേ ഹലാലായ സമ്പാദ്യമാകണം, ഹലാലായ ആസ്വാദനമാകണം, ഹലാലായ വഴിയിലൂടെയാകണം. അങ്ങനെ എന്താണ് ഹലാലെന്നും എന്താണ് ഹറാമെന്നും തെളിവുകളിലൂടെ മനസ്സിലാക്കി ഇസ്ലാമിക മര്യാദകൾ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നേരം പുലർന്ന് ഉണർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ചലനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തെളിവുകളിലൂടെ വിവിധ സദസ്സുകളിൽ നിരന്തരമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയും ആ പഠിക്കുന്ന കാര്യങ്ങൾ മര്യാദയായി പുലർത്തുകയും പരലോകത്ത് സ്വർഗം കിട്ടിയാൽ പോരാ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ സ്വർഗത്തിൽ മധ്യമമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബത്തുകളും സംഗമിക്കുന്ന ആ അത്യുന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ നമുക്ക് ഒത്തുചേരേണ്ടതുണ്ട്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യഭാവനയിലും വിരിയാത്ത ആസ്വാദനങ്ങളാണ് അവിടെയുള്ളത്. കസ്തൂരിയുടെ മണ്ണും അതേപോലെ അവിടുത്തെ ഓരോ മരങ്ങൾക്കും സ്വർണത്തിന്റെ കാണ്ഡങ്ങളാണ്. അതേപോലെ തന്നെ സുന്ദരമായ പൂക്കളും രുചികരമായ, ഒരിക്കൽ രുചിച്ചത് പിന്നീട് രുചിക്കേണ്ടി വരാത്തവണ്ണം വിവിധ രുചികൾ പകരുന്നതായ കനികളാണ് അവിടെയുള്ളത്. കൺകുളിർമ മാത്രമേയുള്ളൂ. എപ്പോഴും പകലാണ്. അവിടെ ഉറക്കമില്ല. അവിടെ എപ്പോഴും പ്രസരിപ്പാണ്. അവിടെ ക്ഷീണമില്ല, മുഷിയുകയില്ല, മാലിന്യങ്ങളില്ല. അവിടെ ഉളിക്കുക, കഴുകുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ടതില്ലാത്തവണ്ണം എപ്പോഴും ഫ്രഷായി, എപ്പോഴും ആസ്വദിച്ച് മടുപ്പില്ലാതെ അത്ഭുതങ്ങളുടെ ആനന്ദങ്ങളിൽ ആറാടാൻ, അനശ്വരമായി അത് നുകരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് സവിശേഷമായ ഒരു വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട്. എന്നാലോ പിശാചിന്റെ ശബ്ദമായ മ്യൂസിക് ഖുർആനിൽ നിന്ന് നമ്മെ അകറ്റിക്കളയും. പിശാചിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ
മ്യൂസിക്കിനെ സ്നേഹിക്കുന്നവർ അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്നും ഖുർആൻ ആയത്തുകളിൽ നിന്നും തഖ്വയിൽ നിന്നും അകന്നു പോകും. മ്യൂസിക് എന്ന് പറഞ്ഞാൽ കള്ളും അതേപോലെ തന്നെ പന്നിമാംസവും കുരിശുമൊക്കെ ഹറാമാക്കിയ കൂട്ടത്തിൽ ഹറാമാക്കപ്പെട്ട കാര്യമാണ്. അന്തിമനാൾ വരുമ്പോൾ പട്ടുവസ്ത്രവും വ്യഭിചാരവും സംഗീതോപകരണങ്ങളും ഹലാലായി അനുവദനീയമായി കാണുന്ന ഒരു സമൂഹം വരും എന്ന താക്കീത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായി.